നവാസും നിയാസും ഈ പറയുന്നവര് വളരെ പോസിറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നവാസും നിയാസും. എനിക്ക് ഇവിടെ ഞങ്ങൾ പുതിയ റോഡ് വന്നു കഴിഞ്ഞ സമയത്ത് എന്റെ ഇരട്ട കുട്ടികൾ പറഞ്ഞ സമയത്ത് വൈഫും ഇവിടെയും കൂടി എന്റെ വീട്ടിലേക്ക് വന്ന കാര്യങ്ങൾ ഇപ്പോഴും അന്ന് തുടങ്ങി ഇന്ന് വരെ അത്രയും സ്നേഹമുള്ള മനുഷ്യനാണ് നവാസും അതെ, നിയാസും അതെ, ആ കുടുംബം അതെ. വേദിക്കാനായിട്ട് പറ്റണല്ലോ, വേറെ വഴികളെത്താൻ ചെയ്യേണ്ടത് അറിയില്ല. ഞാനും സന്തോഷ് കലാഭവൻ ഞങ്ങൾ കുറേ സ്റ്റേജുകളൊന്നിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇന്നലെ മാറ്റി വിളിച്ചെന്ന് പറയുമ്പോൾ ഞാനിത് അറിയണം. വലിയൊരു ഷോക്കായിപ്പോയി. എന്തായാലും നമുക്ക് എല്ലാവർക്കും നവാസിൻ്റെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നവാസിന് വേണ്ടി മാത്രം എനിക്ക് പറയാനുണ്ട്. കലാഭവൻ നവാസിന്റെ ബോഡി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി നമുക്ക് ബോഡി കിട്ടും. അത് നമ്മൾ ആലുവ 4 മൈലിലുള്ള സ്വന്തം വീട്ടിൽ ഒരു 4 മണി വരെ പൊതുദർശനത്തിന് ശേഷം ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ 4 മണി തുടങ്ങി 5 മണി 5:30 5:45 മണി വരെ പൊതുദർശനം നടത്തുകയും അതിനുശേഷം 6 മണിക്ക് ടൗൺ ജുമാ മസ്ജിദിൽ തന്നെ ഖബറടക്കം നടത്തുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്തപ്പെടേണ്ടവരെല്ലാം നേരത്തെ എത്തുകയാണെങ്കിൽ 4 മണി വരെ വീട്ടിലുണ്ടായിരിക്കും. 4 മൈൽ ആലുവ 4 മൈലിലുള്ള നവാസിന്റെ വീട്ടിലും 4 മണിക്ക് ശേഷം ആലുവ ടൗൺ ജുമാ മസ്ജിദിലും പൊതുദർശനം, അതിനുശേഷം ഖബറടക്കം. നവാസിന്റെ വിയോഗം എന്ന് പറയുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് അറിഞ്ഞപ്പോൾ തന്നെ. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ. മാത്രമല്ല ഞാനായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എൻ്റെ ഒപ്പം രഘുവുണ്ട്, രാജീവുണ്ട്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് നവാസായിട്ട്. നവാസ് വടക്കാഞ്ചേരിയിൽ നിന്ന് അവിടുന്ന് വീടെല്ലാം വിറ്റ് വന്ന് താമസിക്കുന്നത് ആലുവയിലാണ് ഇപ്പോൾ. അപ്പം എന്നോട് പറഞ്ഞു, മാട്ടിൻ ചേട്ടാ ഞാൻ മാട്ടിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള ഇതായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഷോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഓണത്തിന് ആള് UK പോകാനിരിക്കുകയായിരുന്നു. അവിടെ ഓണ പ്രോഗ്രാം, അതും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. വല്ലാത്തൊരു വിയോഗം തന്നെയാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് മാത്രമല്ല, നല്ലൊരു സ്നേഹിതൻ, നല്ലൊരു കൂടപ്പിറപ്പ്. ആർക്കും ഒരു നെഗറ്റീവ് പറയാനായിട്ടൊരു ചാൻസ് ഇതുവരെ നവാസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നവാസിന്റെ ഫാമിലിയിൽ രഹനയാണെങ്കിലും കുട്ടികളാണെങ്കിലും നിയാസ്, അനിയന്മാര്, ഇവരൊക്കെ എങ്ങനെ ഈ ദുഃഖം താങ്ങുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും കൂടെ ഉണ്ടാവും നവാസ്. പറയാനുള്ളത് നല്ല സ്നേഹിതനായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.